നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഭ്രാന്ത. എന്നെ ഭ്രാന്ത പിടിപ്പിച്ചത് ഇവള് മീനാക്ഷി. എന്നെ ഒരു മുഴുഭ്രാന്തനാക്കിയത് ഇവള്. ഇവളെന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു ACP? നീ ഒരു തെറ്റും ചെയ്തില്ലല്ലേ? നിനക്കൊന്നും അറിയില്ല അല്ലേടി? എന്താ ഉണ്ടായെന്ന് പറയേ. ഇവളെ കുറ്റപ്പെടുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. നീ പറയേ. ഞാൻ എന്ത് തെറ്റെയ്തെന്ന് എനിക്കറിയണം. അറിയണോ രേടി നിനക്ക്? നിന്റെ ഫ്രണ്ട് വിളിച്ച കോള് എന്റെ ഭാഗ്യത്തിന് ഞാൻ അറ്റൻഡ് ചെയ്തു. ഇവള് പറഞ്ഞയച്ചിട്ട് ഇവളുടെ കൂട്ടുകാരി ഇപ്പോ മൈഥിലിയുടെ അടുത്താണ്. അല്ലേടി? മൈഥിലിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുക ഇവള്. എന്റെ കൂടെ സന്തോഷമായി ജീവിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് ഇവൾ അവളെ അവനെ സംരക്ഷിക്കുന്നു. ദുഷ്ടേ. എന്നെ കേൾക്കുന്ന മിണ്ടരുത് നീ. എന്റെ ജീവിതം തകർത്തിട്ട് നീ ഇവിടെ ആഘോഷിക്ക. ഇങ്ങനെ കൂടെ നിന്ന് എന്നെ ചതിക്കാൻ എങ്ങനെ മനസ്സ് വന്നടി നിനക്ക്? ഒരക്ഷരം ഞാൻ കേൾക്കില്ല. നീ വഞ്ചകിയാണ്. സ്നേഹിക്കുന്നവരെ ചതിക്കുന്ന വഞ്ചകി. നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ആരൊക്കെ എനിക്കെതിരെ വന്നാലും എന്നെ ചതിച്ച ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവളെ ഞാൻ അവസാനിപ്പിക്കും. കണ്ടില്ലേ ഒരച്ഛനും മകളും. പണ്ട് അച്ഛന്റെ തറവാട് തകർത്തിട്ട് പോയി. ഇപ്പൊ ദേ ഈ തറവാടിന്റെ അസ്ഥിവാരം തോണ്ടാൻ നിൽക്കുന്നു മകളും. എന്റെ മകനെ കരയിപ്പിച്ച ഈ വിഷവിത്തിനെ ഞാൻ ഇല്ലാതാക്കും. ഇതേ ഈ സാവിത്രിയ പറയുന്നത്. ഓർത്തോ എല്ലാവരും? പണ്ടു പ്രണയിച്ചു എന്ന് പറഞ്ഞതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. മറ്റൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ അയാളുടേതായി. അങ്ങനെ നിന്നെ ജീവന തുല്യം സ്നേഹിച്ച ആ പാവം മനുഷ്യന്റെ
ഹൃദയത്തിൽ കൂടം കൊണ്ടടിച്ച് ഈ മരവാഴയോടൊപ്പം ഇറങ്ങി പോയവളാണ് നീ. അതിലും വലിയ ക്രൂരത നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ ഒരു തുള്ളി മുലപ്പാല് പോലും കൊടുക്കാതെ നിന്റെ കാവുകളോടൊപ്പം നീ മുങ്ങി. ഹെ! ആ നിമിഷം മുതൽ നീ ശപിക്കപ്പെട്ടവളായി. ദൈവം നിന്നെ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. വന്നു വിട്ടത് ഈ പിശാചിന്റെ തോട്ടത്തിൽ. കൊടുമുടികളുടെ ക്രൂരത കയറിയ നിങ്ങളോട് ഞാനെന്തൊരു കാരണം കാണിക്കണം? സ്വർണ്ണക്കടക്കാരൻ സ്വാമിനാഥൻ ഒരു സ്വർണ്ണ വലയുള്ള ചിലന്തിയ. ഞാൻ വിരിച്ച വലയിൽ വന്നുവിട്ട രണ്ട് പ്രാണികളാ നീയും ഇവനും. നിന്റെ ഭർത്താവിനോടും കുഞ്ഞിനോടും നീ കാണിക്കാത്ത മനസാക്ഷി ഞാനെന്തിനു കാണിക്കണം? അപ്പൊ എന്ന് പറയുന്നു, ഇവള് എന്നോടൊപ്പം ഇന്ന് ഇവിടെ നിൽക്കട്ടെ. നാളെ നിനക്ക് ഇവിടെ കൊണ്ടുപോകാം. പോകുമ്പോ 1,00,000 രൂപ ഞാൻ നിനക്ക് തരും. നീ എന്ത് പറയുന്നു? സാറേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ നല്ല വഴിക്ക് വാ. ഞാൻ അകത്ത് കാത്തിരിക്കും. ഇവളെ അകത്തേക്ക് വിട്ടേക്ക്. എടാ ദ്രോഹി, എന്റെ ശവം കൊണ്ട് നീ അടങ്ങുമല്ലേ? പറയടാ. നിനക്കറിയാം, ഈ വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുവാണ്. ഇനി ഏത് നിമിഷവും കാർത്തിക് ഇവിടെ എത്തും. എടീ, മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.